ഇന്നലെ രാത്രിയാണെന്നുണ്ടെങ്കിൽ ചൂടെടുത്തിട്ട് എനിക്ക് കിടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. എൻ്റെ ഉറക്കമാണെങ്കിൽ ശരിയായിട്ടും ഉണ്ടായിരുന്നില്ല. രാവിലെ എണീറ്റപ്പോഴാണെന്നുണ്ടെങ്കിൽ ഭയങ്കര മന്നിപ്പായിരുന്നു കേട്ടോ. കാരണം വെളുപ്പായപ്പോഴാണ് ഞാൻ ശരിക്കും ഒന്ന് ഉറങ്ങാൻ തന്നെ പറ്റിയത്. കാരണം ഭയങ്കര ചൂടായിരുന്നു. വെളുപ്പിനായപ്പോഴത്തേക്കും ഞാനൊന്ന് പോയി മേലൊക്കെ കഴുകി വന്നപ്പോഴത്തേക്കും എനിക്ക് കുറച്ച് ആശ്വാസം കിട്ടിയിട്ടുണ്ടായിരുന്നേ. പിന്നെ നേരെ പോയി സോഫ സെറ്റിൽ കിടന്നിട്ട് അവിടെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. കാരണം ഇപ്പോൾ ബെഡിൽ കിടന്നിട്ടാണെങ്കിൽ ഉറക്കമേ വന്നിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര ഇടങ്ങേറായിരുന്നു. പിന്നെ വെളുപ്പായപ്പോഴത്തേക്കും ഞാൻ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ കാണാണ്ടായപ്പോഴത്തേക്കും ഷിനിക്കാക്ക വന്ന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നീ എന്താ ഇവിടെ കിടക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ചൂടെടുത്ത് തീരെ പറ്റുന്നതാന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ അവിടെ തന്നെ കിടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ എണീറ്റ് വന്നിട്ട് രാവിലത്തേക്കുള്ള പരിപാടിയൊക്കെ നോക്കാം കേട്ടോ. വെളുപ്പിനെയാണ് കിടന്നുറങ്ങിയെങ്കിലും ഞാനൊരു 9:30 മണിയൊക്കെ ആയപ്പോഴാണ് എണീറ്റിട്ടുണ്ടായിരുന്നത്. കുറച്ചധികം നേരം വൈകിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പണികളൊക്കെ സ്പീഡാക്കി കഴിച്ചിട്ടുണ്ടായിരുന്നേ. ഭൂരിക്കുള്ള മാവ് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ആദ്യം ഒന്ന് കുഴച്ചിട്ട് പ്രസ് ചെയ്ത് ഭൂരി ചുട്ടപ്പോൾ കല്ലപ്പ് പോലെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒന്നും കൂടെ ഒന്ന് കുഴച്ചിട്ട് ചുട്ട് നോക്കിയപ്പോൾ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും ഭൂരി കുഴക്കുമ്പോൾ കുറേ നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാറുണ്ട്. ഇന്ന് എനിക്ക് ഒന്നിനും നേരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ. നമ്മുടെ ഷിനിക്കാക്കാണെങ്കിൽ നല്ല ഉറക്കമാണ് കേട്ടോ. എന്നെ വിളിച്ച് വന്നിട്ട് ആൾ നല്ല ഉറക്കമാണ്. ഒന്നും പറയാൻ പറ്റില്ല, നല്ല ചൂടാണ്. അപ്പോൾ ഉറങ്ങാത്തവർ ഉറങ്ങിപ്പോട്ടോ. അങ്ങനെ ഞാൻ പിന്നെ ഈ ഗ്രീൻ പീസും കറികളൊക്കെ വെള്ളത്തിലിട്ടുണ്ടായിരുന്നിട്ട് തലേ ദിവസം തന്നെ അത് കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ട് നല്ലോണം വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഷിനിക്കാക്ക ഉറക്കം എണീറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇക്കാക്കനെ പോയി വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇക്കാക്ക അവിടെ എണീറ്റിട്ട് പോയി ചാർജും കറികളൊക്കെ കുത്തിയിട്ടിട്ട് വീണ്ടും ആൾ പോയി കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ വീണ്ടും ഞാൻ ആളെ കുത്തിപ്പൊക്കി എണീപ്പിച്ച് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ ഭയങ്കര ദാഹം, അടുക്കളയിലൊന്നും നിൽക്കാനേ പറ്റുന്നില്ല. ആ നമ്മുടെ അടപ്പിൻ്റെ ചൂടും എല്ലാം കൂടി എനിക്ക് സഹിക്കാൻ പറ്റുള്ള കേട്ടോ. പിന്നെ നമ്മുടെ ഷിനിക്കാക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ വിളമ്പി കൊടുക്കുന്നുണ്ട്. ആൾ പറയാണ് നേരം വൈകി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ആൾ തന്നെ നേരം വൈകിയതാട്ടോ. ഉറക്കത്തിൽ നിന്ന് എണീക്കാൻ മടിയായിട്ട് അങ്ങനെ കിടന്ന് നേരം വൈകിയതാണ്. പിന്നെ ഇക്കാക്കുള്ള ചായയും എനിക്കുള്ള ചായയും നമ്മുടെ ഐനൂസിനുള്ള ചായയും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഐനൂസിന് ഫുഡ് കൊടുക്കുകയാണ് കേട്ടോ. നമ്മുടെ ഐനൂസിന് പാൽ ചായയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനും കുടിക്കുന്നുണ്ട്. അങ്ങനെ ഷിനിക്കാക്ക വർക്കിന് പോയതിനു ശേഷം ഞാനെന്താ നമ്മുടെ ഹാളും കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ചു വാരി തുടക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ബെഡ്ഷീറ്റും അതുപോലെ തന്നെ ഹാളുടെ വിരിപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞ് എടുക്കുന്നുണ്ട്. നമ്മൾ ജനലിൻ്റെ അവിടെ നിന്നുള്ള മാറാലയും കാര്യങ്ങളൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞ് എടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ എൻ്റെ ഫോൺ ഓഫായി പോയിട്ടുണ്ടായിരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ വേഗം അടിച്ചു വാരി എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് അടിച്ചു വാരി എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനെന്താ വേഗം കുളിച്ച് കയറിയിട്ടുണ്ടായിരുന്നു. കൂട്ടത്തിൽ നമ്മുടെ ഐനൂസിനെ കുളിച്ച് ഇറക്കിയിട്ടുണ്ടായിരുന്നത്. കാരണം അമ്മ അതിൽ ചൂട് കാരണം അവളെ ഒന്ന് കുളിപ്പിച്ച് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുളിച്ച് കഴിഞ്ഞ് വന്നിട്ട് ഞാനെന്താ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വിരിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ അടിയും തുടയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാൻ രാവിലത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കുള്ള ഫുഡായിട്ട് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രയും പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട്